വാ, എന്ത് രസമാണെന്ന് നോക്കിയേ. ഇന്നലെ രാത്രി വന്ന് കിടന്നപ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ എന്താ രസം. ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ, ഭയങ്കര കാടാണ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ. ഇതൊരു ഹോം സ്റ്റേ ആയിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ വന്ന് കിടന്നപ്പോൾ ഇതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. രാവിലെ ആയപ്പോൾ നിങ്ങളെയും കാണിച്ചു തരാം, എനിക്കൊന്ന് ശരിക്ക് കാണാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു. ഉള്ളിൽ ഇതേ നമുക്കൊരു ചെറിയ ഊഞ്ഞാലുണ്ട്. അതുപോലെ നമുക്ക് 3 റൂമാണ് കേട്ടോ ഉള്ളത്. അതിൽ 2 റൂമിൽ ബാത്റൂമുണ്ട്. ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ടേ. മക്കളെ, എന്തുവാ പരിപാടി? അപ്പോൾ നമ്മുടെ നസീബതേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പോയാൽ മാത്രം മതി. അതിനു മുമ്പ് ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇനിയാണ് ശരിക്കും യാത്ര തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഈരാറ്റുപേട്ടന്ന് ഓടി 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 ഗൂഡല്ലൂർ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മസനഗുഡി കയറാൻ പോവാണ് ഗൈസ്. അരിക്കൊമ്പം കയറുന്ന സ്ഥലമായതുകൊണ്ട് കമ്പി ഇട്ട് വെച്ചേക്കുണ്ടോ, കണ്ടോ കാണുന്നുണ്ടോ? നല്ല ഉണ്ടോ, കമ്പികൾ ഇങ്ങനെ ഇട്ട് വെച്ചേക്കാം. അതിലെങ്ങാനും തൊട്ട് പോയാ തീർന്നു. പൂവില്ലാത്ത രസം ഇല മാത്രം നിൽക്കുമ്പോ അതുപോലെ മുള്ളില്ല ഇതിന്, മറ്റേത് മുള്ള. ഓ, റോസാ ചെടിയൊക്കെ നോക്കി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുറേ നാളായി ഇങ്ങനത്തെ റോസാപ്പൂക്കളൊക്കെ കണ്ടിട്ട്. ദേ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ എന്ത് രസമാണ് നോക്ക്. ഷാഹിർ മോൻ അവിടുത്തെ ചേച്ചിയോട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേ. ദേ ഇവിടെ ഒരു എഴുത്തിലുണ്ട് കണ്ടോ, ഇതിനകത്ത് പശുക്കളൊക്കെ ഉണ്ട്. ഇനിയാണ് ശരിക്കും നമ്മൾ മസനഗുഡി വഴി പോകാൻ പോകുന്നത്. ഒരു ദിവസമായിട്ട് പറഞ്ഞോണ്ടിരിക്കോ മസനഗുഡി വഴി പോവാം, മസനഗുഡി വഴി. ഡി രാവിലെ കയറിയപ്പോ തന്നെ നോക്ക്, അങ്ങ് ചിപ്സ് 7 മണിക്ക്. ദേ അന്തപ്പനൊക്കെ ഉറക്കച്ചടവിലിരിക്കുക. നമ്മളിതേ ഈ നേരത്ത് പോയിട്ടേ കാര്യമുള്ളൂ കേട്ടോ. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആനേനെയും പുലിനെയും ഒക്കെ കാണാനുള്ളതാണേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാവാം ബാക്കി കാര്യങ്ങൾ. ഇന്ന് വേറൊരു ലുക്ക്. വേണ്ട, കഴിച്ചു ദോശയിടാ മടക്കി ചുരുട്ടി വെച്ചേക്കും. ഒരു വലിയ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ. ഇനി നമ്മൾ പോകുന്നത് മുതുമലൈ ടൈഗർ റിസർവ് ആണ് പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് ജീപ്പൊക്കെ എടുത്തിട്ട് ഉള്ളിൽ പോയി മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒന്ന് പോയി നോക്കാമല്ലേ. നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ കുറേ മാൻ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സൈഡിൽ നിന്ന് പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുക. നല്ല ചൂടാണ്, ചൂടത്തെ പുല്ലൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. കണിക്കൊന്നൊക്കെ പൂത്തിക്കുന്നതേ. കുറേ മാങ്കുഞ്ഞുങ്ങളെ മാത്രം കാണാൻ പറ്റുന്നുണ്ട്. മരുന്നിന് പോലും ഒരാനയോ പുലിയോ സിംഹത്തിനെയോ കടുവേനെയോ ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഈ കാടിൻ്റെ ഏരിയയിലോട്ട് കയറി കഴിഞ്ഞാൽ വണ്ടി അങ്ങനെ നിർത്തിയിട്ട് ഇറങ്ങാനൊന്നും പാടില്ല. പക്ഷെ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും കണ്ടാലോ. ഓ, നോക്ക് നോക്ക് നോക്ക്, ഒരു ആനേനെയൊക്കെ ഇങ്ങനെ മെരുക്കിയെടുക്കുന്ന സ്ഥലം കണ്ടോ. ഇതിനെന്തോ ഒരു പേര് പറയല്ലോ, ആനക്കയോ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്. ദേ കൊമ്പൻ നിൽക്കുന്നതാ. എൻ്റെ പൊന്നേ, എൻ്റെ സുന്ദരി മാനേ. കാട്ടിൽ മുഴുവൻ കണിക്കൊന്ന പൂത്ത് നിൽക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നിനും കാണാൻ പറ്റാത്ത. ഇപ്പം നോക്കിയാൽ മാൻ മാത്രമുണ്ട്, കുറേ ഉണ്ട്. അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്നാലും കുറേ ഉണ്ട്. ഇത് ഇപ്പം കുറേ വീടുകളൊക്കെ ഉള്ള സ്ഥലം എത്തി കേട്ടോ. ഇത് ഏതോ ആദിവാസി ഗ്രാമമാണേ. ഇത് എത്ര മൈലാണത്? ഒരെണ്ണം ഞാൻ കണ്ടുള്ളൂ. ഇവിടെ ഇരിക്കുന്നു താഴെ താഴെ. ഈ മോനെ മാനും മയിലും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു.
അത് കൊള്ളാം, എനിക്കിഷ്ടമായി. ദേ മങ്കി കുഞ്ഞുങ്ങൾ ചാടിക്കളിക്കുന്ന കണ്ടോ, ഹൈ ഹൈ ഹൈ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ദേ ആനക്കുഞ്ഞുങ്ങളൊക്കെ കുളിപ്പിക്കുന്ന കണ്ടോ, അയ്യോ കാണാൻ പറ്റുന്നില്ല കേട്ടോ. സ്ഥലം എത്തി മക്കളെ. ഇനി നമുക്കിവിടെ ഇറങ്ങിയിട്ട് നോക്കാം എന്താ സംഭവം. ഇവിടെ നിന്നാന്ന് തോന്നുന്നു നമ്മളെ ജീപ്പിനകത്ത് ഇങ്ങനെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മൾ പണ്ട് വയനാട് പോയപ്പോൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തായിരിക്കും, നല്ല കുറേ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. വാഷ്റൂമോ? ഇതേ മരത്തിനകത്ത് കയറിയിരിക്കുന്ന ഒരാളെ നോക്കിക്കേ. വാ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആൾക്കാരെയൊക്കെ കണ്ട് പേടിച്ചിരിക്കുക കേട്ടോ. കുയ് കുയ്, ഇങ്ങോട്ട് നോക്കണോ. ക്ലോസ് ചെയ്തോ? നമുക്ക് ഭാഗ്യമില്ലടോ, ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്ന സ്ഥലമായിരുന്നു, അത് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ ജീപ്പിൽ കയറിയിട്ട് കാടിൻ്റെ വഴി കൂടെ പോകാമെന്ന് പറഞ്ഞില്ലേ, അവിടെ 300 റുപ്പീസ് ഉണ്ടായിരുന്നേ. പക്ഷേ സമയം കുറേ ലേറ്റ് ആയതുകൊണ്ട് ഈ സമയത്ത് പോയാൽ മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റൂല എന്ന് അവർ തന്നെ പറഞ്ഞു. അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഇതും പൂട്ടിപ്പോയി. അപ്പം നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. ഇനി നമ്മൾ നേരെ ഊട്ടിയിലോട്ട് പോവാണ്. ഈ മസനഗുഡി വഴി ഊട്ടി വരുമ്പോഴത്തേനും എന്താ സംഭവം എന്ന് വെച്ചാൽ ജൂൺ ജൂലൈ മാസത്തിൽ വരുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിലും ഏപ്രിൽ മാസം അത്ര യാത്ര ചെയ്യാൻ ഒന്നും കൊള്ളൂല. കാരണം നല്ല ചൂടല്ലേ, ചൂട് കൊണ്ടിട്ട് നമ്മളും തളർന്നു പോവും. പിന്നെ ഇങ്ങനത്തെ ഈ എന്താ പറയുക കാട്ടിക്കൂടുള്ള യാത്രകളിലൊക്കെ വരുമ്പോഴത്തേനും മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന രാവിലെ സമയത്തായിരിക്കും. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് റോഡ് ഓപ്പൺ ചെയ്യും അവർ. അതായത് ഈവനിങ് ഒരു 6 മണി ഒക്കെ ആകുമ്പം ക്ലോസ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ആ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ചെറിയ ഡിസ്കഷനൊക്കെ നടക്കുവാണേ. നമ്മൾ അവിടെ നിന്ന് ഉപേക്ഷിച്ച ജീപ്പ് സഫാരി ഇങ്ങ് വന്നപ്പോഴത്തേനും ഒരു ചെറിയ സ്ഥലമുണ്ട്. അപ്പം അവിടെ എനിക്ക് തോന്നുന്നു അവിടുത്തെ തന്നെ ലോക്കൽ ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളെ ജീപ്പിൽ കൊണ്ടുപോയിട്ട് ഒരു 2 സ്ഥലം കാണിക്കും. ഒന്ന് കാടിൻ്റെ ഉള്ളിൽ കൂടെ, കുറച്ചും കൂടി ഉള്ളിൽ കൂടെ പോയിട്ട് പിന്നെ ഏതോ ഒരു ചെറിയൊരു അമ്പലവും കൂടിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണേ. നമുക്ക് 2 ജീപ്പ് എടുത്താലേ പോകാൻ പറ്റുള്ളൂ, നമ്മൾ ഇത്രയും പേരില്ലേ. അപ്പോൾ അവരൊരു സൈഡിൽ സംസാരിച്ച് സെറ്റാക്കുന്നുണ്ടേ. அந்த பக்கம் தான் இருக்கு. ஓ சரி, எங்க இது பிடிச்சிருந்தப்பா என்ன നീ പിടിക്കോടെ. ഇത് സേഫ് അല്ല കേട്ടോ ഇവിടെ. அதுதான் சேஃப். இங்க ஒரு வீடியோ இங்க ஹேண்டில் பிடிக்க படிக்கறானே. இங்க ஒரு ஹேண்டில் பிடிக்கும். ഫ്രണ്ടിലുണ്ട്. அதுக்கு தான் இது. நீங்க பிடிச்சிட்டீங்க. கையோட വാഗമരം പൂത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്ത് രസമുണ്ടല്ലേ കാണാനായിട്ട്. പിന്നെ ഈ പശുക്കളൊക്കെ ആയാലും അവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടേ. അത് നമ്മൾ നോർമലി തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഉള്ളൊരു കാഴ്ചയാണ്. ഇപ്പോൾ എനിക്ക് വാഗമരം പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ഒരു രക്ഷയില്ല മക്കളെ. ഇപ്പം നമ്മൾ സൈഡിലുള്ള ഒരു റോഡിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിയുമ്പോൾ ഒരു അമ്പലമുണ്ട്, അത് കാണിക്കാനാണ് ഇപ്പോൾ ഇവർ കൊണ്ടുപോകുന്നത്. അതിന്റെ മുകളിലോട്ട് നമ്മൾ പോകുന്നത് ഒരു അമ്പലം കാണാൻ വേണ്ടി.
ഷഹീർമോൻ ആദ്യം തന്നെ എത്തിയിട്ടുണ്ടല്ലേ? ഇവരെ വണ്ടി ആദ്യം എത്തിയിട്ടോ. നമ്മൾ അതിൻ്റെ പുറകെയാണ് വന്നത്. നമ്മൾ കുറച്ച് വേറൊരു വഴി കൂടെ പോയിട്ട് ഡ്രൈവർ മാറി കയറിയിട്ടൊക്കെ ഇങ്ങോട്ട് വന്നത്. ഈ ഒരു അമ്പലമാണ് ഇവിടെ ഉള്ളത്. ഇത് മുരുകൻ്റെ അമ്പലമാണ് കേട്ടോ. നല്ല രസമായി സ്ഥലം കാണാനായിട്ട്. പക്ഷെ നല്ല വെയിൽ. വലിയ മലയാണ്, വലിയ മല. നല്ല രസമുള്ള സ്ഥലം. അതെന്താ സാധനം മനസ്സിലാ? രസമുണ്ടല്ലേ? இந்த அண்ணன் பைத்தியக்காரன். അത് പൊറോട്ട എടുക്കുന്നു. അതല്ല എന്നെയാണ് കാണുന്ന കാര്യം, നിങ്ങളെയാണ് കാണുന്നത് പറഞ്ഞു. ബിരിയാണി, പൊറോട്ട, ചപ്പാത്തി. നേരത്തെ അല്ലേ നമ്മൾ കറങ്ങാൻ പോയപ്പം. വലിയ തണുപ്പുണ്ട് ഗൈസ്. വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ വലിയ നടന്ന് ഇങ്ങോട്ട് പോവാ. വണ്ടി കയറാൻ പോകും. നമ്മൾ എങ്ങോട്ട് പോകുന്നു? വണ്ടിയിലേക്ക് പോകുന്നു. നല്ല പൂവുണ്ട് കേട്ടോ. അത് ഇവിടെ ഫ്രീ ആയിട്ട് ഇട്ടും ചായയും കിട്ടും. പോങ്കണ്ണേ. நாங்கள் தேயிலை ஃபேக்ட்ரி போவாங்க. നമ്മളിപ്പോൾ തേയില ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും കൂടെ ഒരുമിച്ചുള്ള സ്ഥലത്താണ്. ഇവിടെ വന്നിട്ട് രണ്ടും കണ്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കണ്ടിട്ട് അവിടുന്ന് നല്ല ഫ്രഷ് ചായ നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഇത് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ഫാക്ടറിയാണ് കേട്ടോ. ഇവിടെ മിഷൻസൊക്കെ വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. അവധി ആയതുകൊണ്ട് ഇപ്പം ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ശരിക്കൊന്നും കാണാൻ പറ്റത്തില്ല. നല്ല നീണ്ട ക്യൂ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കഷ്ടപ്പെട്ട് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേ മിഷൻസൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് വെച്ചേക്കുന്നതെന്നുള്ളതൊന്നും നമുക്ക് അവരോട് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇവിടെ സൈഡിലായിട്ടൊരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രീനിനകത്ത് അവർ കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് അതും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ട് ചേച്ചിമാർ നിന്നിട്ട് ഈ ചോക്ലേറ്റ് ഇങ്ങനെ നിറയ്ക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അറിയാതെ കൊതി വരും കേട്ടോ. ഇന്നലെ ഞാൻ പുറത്തുനിന്ന് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചായിരുന്നു മാർക്കറ്റിൽ നിന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. യെസ്, നമുക്ക് കിട്ടി കഴിച്ചു. ഇനി നമ്മൾ തേയില ഫാക്ടറിയുടെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അതിന് സൈഡിൽ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. എനിക്കൊന്ന് 10 രൂപയാണ് എടുക്കേണ്ടതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവിടെയും നല്ല ക്യൂ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ കണ്ടു വരുന്ന ആൾക്കാരാണ് അങ്ങോട്ടും ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി പയ്യെ നടന്നു പോകും. നമുക്ക് പോകുമ്പോൾ തന്നെ സൈഡിൽ കൂടി ഇങ്ങനെ കാണാം. അതിൻ്റെ ആ ഒരു പ്രോസസ്സൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്.
ഓ ഏലതേ അവിടുന്നാ. പോയി ഡ്രൈ ആവും, ഡ്രൈ ആയി വന്ന് കുടിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം സമയം ഒരു 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തേയില ഫാക്ടറി വിസിറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിയിൽ ചായ കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഇതും നമുക്കൊന്ന് കുടിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ, നല്ല ടേസ്റ്റാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. രുചിയുണ്ടെങ്കിൽ കടുപ്പമുണ്ട്. ആവശ്യക്കാർക്ക് ഇവിടുന്ന് തേയിലപ്പൊടിയോ ചോക്ലേറ്റോ എന്ത് വേണേലും വാങ്ങിക്കും. ടീ ഫാക്ടറി കഴിഞ്ഞു ഗൈസ്. നമ്മൾ ഗാർഡൻ കാണാൻ പോവുകയാണ്. For crushing and further passed into 5 cut machines between 2. അത് ശരിയാടാ, നമുക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഡാൻസ് ചെയ്യാം. ഓ റോസ നോക്കടി. Head northeast. In 500 meters, make a U-turn. ഓഫ് റോഡ്. ഇന്നലെ നമ്മൾ രാത്രി ഗൂഡല്ലൂർ എത്തിയപ്പോൾ 1 മണിയായി. എന്നിട്ട് നമ്മൾ ഉറങ്ങി ഒക്കെ ഫ്രഷായിട്ട് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഒരു 2 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. അത് മാത്രമല്ല, നമ്മൾ രാവിലെ എണീക്കുകയും ചെയ്തു. പിന്നെ ഉച്ചയ്ക്കത്തെ വെയിൽ ഫുള്ള് കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരത്തെ ഉറങ്ങി നാളെ രാവിലെ എണീച്ച് ഊട്ടി ഫുള്ള് നമുക്ക് കാണാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് വേണം തിരിച്ച് വീട്ടിൽ പോകാൻ. സോ നമ്മൾ ഒരു ഫുൾ വീട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് മുകളിലും താഴെയായിട്ട് 3 റൂമുണ്ട്. കാണാനൊക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ തടിയുടെ സ്റ്റെപ്പ് ഉണ്ട്. അത് കയറി മുകളിൽ ചെല്ലുമ്പോൾ അവിടെ 2 റൂമുണ്ട്, താഴെ ഒരു റൂമുണ്ട്, പിന്നെ TV, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ ആ സെറ്റപ്പും അവിടെ ഉണ്ട്. പിന്നെന്താ, അങ്ങനെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചെറിയ വീടായിരുന്നു നമുക്ക് കിട്ടിയത്. വലിയ പൈസയൊന്നും ആയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 8,000 രൂപ മറ്റോ ആയിട്ടുള്ളൂ. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കാം. നമ്മള് ഊട്ടി തണ്ടം, നമ്മൾ ഊട്ടിയെല്ലാം കറങ്ങി ഊട്ടിപ്പൂ വാങ്ങിച്ചോണ്ടേ വരത്തുള്ളൂ നാട്ടിലോട്ട്. കൈവിട്ട് പോലെ എപ്പോഴേ പോയതാ നമ്മളെ ഊട്ടിപ്പൂക്കെ വാങ്ങിച്ചോണ്ട് വേണം. ഊട്ടിപ്പൂ നമ്മൾ എവിടെ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും രാത്രി അവിടുത്തെ മാർക്കറ്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഈ നൈറ്റ് ടൈമിൽ മാർക്കറ്റ് കാണാൻ നല്ല രസമായിരിക്കും, ലൈറ്റൊക്കെ ആയിട്ട്. പിന്നെന്താ, ഫുഡ്, അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ചെറിയ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ. കുറേ ആളുകളും ഉണ്ട്. നാളെ അവധിയും കൂടെ ആയതുകൊണ്ട് ഇന്ന് കുറേ ആളുകളുണ്ട്. എങ്ങനെയുണ്ട് മാർക്കറ്റ്? നമ്മുടെ കോഴിക്കോട് മാർക്കറ്റിൽ അത്ര ആരെ സുന്ദരി യക്ഷി ചെയർമാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ചെയർമാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. എന്താ ആരുടെ നമ്മളെ കിട്ടിയില്ല. A അയ്യാന്ന് പറഞ്ഞാലും കൊള്ളാം, B അയ്യാന്ന്.
ഇല്ല അവരുണ്ട് നസീബാക്ക്. നിക്ക് ഇത് കാണുന്നില്ലാതെ മിസ്സായി. നല്ലൊരു കളിപ്പാട്ടം. ഹായ് മുകളിൽ തലയടിക്കല്ലേ. കോണ് വേണോ? ശ്രദ്ധ എന്താ ഇവിടെ ഒരു കൂട്ടം? ഫ്രൂട്ട്സ് എന്താണ്? എന്ത് ഫ്രൂട്ട്സ് നോട്ടെ. നടന്ന് കാണാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. നടന്ന് നമ്മൾ ക്ഷീണിച്ചതുകൊണ്ട് ഇനി തിരിച്ചു പോകുന്ന വഴി നമ്മൾ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പം ഇന്ന് പോയി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. നാളെ രാവിലെ ഫ്രഷായിട്ട് നമുക്ക് ഊട്ടി മുഴുവൻ കറങ്ങി കാണാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.